ഹായ് ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓ, എല്ലാവരും ഇഷ്ടാണോ? അടിപൊളി അടിപൊളി അടിപൊളി, ഗുഡ് ഗേൾ ആണ് കേട്ടാ. അപ്പൊ ഇന്ന് നമ്മള് എന്തിനാ അവിടെ വന്നേക്കുന്നേ? വാവച്ചി കൊറേ നാളെ പറയുന്നത് മൈലാഞ്ചി ഇടാനായിട്ട്. അതായത് ഡിസംബർ ഒരു ക്രിസ്മസിന് മുന്നേ തൊട്ട് പറഞ്ഞു തുടങ്ങിയതാ മൈലാഞ്ചി ഇടണമെന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് മൈലാഞ്ചി ഇല കിട്ടുമല്ലോ, ഇല കിട്ടിയിട്ട് അത് അരച്ച് മിക്സിയിലിട്ട് അരച്ച് അപ്പം അങ്ങനെ കയ്യിലിട്ട് കൊടുക്കാമെന്ന് ഓർത്ത് ഞാൻ ഇരുന്നു. പക്ഷെ എന്ത് കറ്റി, നമുക്ക് മൈലാഞ്ചി ഇല കിട്ടിയില്ല. കുറേ സ്ഥലത്ത് അന്വേഷിച്ചു, മൈലാഞ്ചി ഇല കിട്ടിയില്ല. അപ്പം ഞാൻ ഓർത്തു മൈലാഞ്ചി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ ഓർത്തു. അങ്ങനെ ദേ വാവച്ചിട്ട് ന്യൂ ഇയർ ആയിട്ട് വാവച്ചിട്ട് ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാന്ന് ഓർത്തു. അങ്ങനെ നമ്മൾ ദേ മൈലാഞ്ചി വാങ്ങിച്ചിട്ട് വന്നു. ഓൾറെഡി നമ്മൾ കടയിൽ നിന്ന് വാങ്ങാന്നൊക്കെ ഓർത്തു ആദ്യം, പക്ഷെ എല്ലാരും കണ്ടോ, പക്ഷെ നാച്ചുറൽ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാന്ന് ഓർത്തു. അതാണ് എനിക്ക് പറ്റിയ അബദ്ധം. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പൊ നമുക്ക് മൈലാഞ്ചി ഇടാം അല്ലേ വാവച്ചി? വാവച്ചിന്റെ ഒരു ആഗ്രഹമാണ് ഇപ്പൊ നമ്മൾ ന്യൂ ഇയർ ആയിട്ട് സാധിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പം വാവച്ചി, ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ വാവച്ചിക്ക്? ഒന്നുമില്ലേ? ഒരാഗ്രഹവും ഇല്ല മോന്? കളിക്കാൻ മാത്രം ആഗ്രഹമുള്ളോ? അത് കൊള്ളാം, അത് നന്നായിട്ടുണ്ട്. ഓക്കെ, വാവച്ചിക്ക് മൈലാഞ്ചി ഇടാൻ പോവാണ്. ന്യൂ ഇയർ ആയിട്ട് വാവച്ചിന് ഒരു ആഗ്രഹം അമ്മ സാധിച്ചു കൊടുക്കാൻ പോവാണ്. ടൈഗറോ? അപ്പൊ നമ്മുടെ പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. സുഖം ടൈഗറോ? അപ്പൊ വാവച്ചിക്ക് റെഡ് വേണോ ഗ്രീൻ വേണോ? ഗ്രീൻ ഇടുവാണെങ്കിൽ കുറേ നേരം കൈ വെക്കണം, എന്നിട്ട് കുറേ നേരം കയ്യിൽ വെച്ചതിന് ശേഷം റെഡ് ആകത്തുള്ളൂ കേട്ടോ. റെഡ് ആകത്തുള്ളൂ. ഈ റെഡ് വെക്കുവാണെങ്കിൽ നമ്മൾക്കിങ്ങനെ വേഗം വെച്ചിട്ട് പെട്ടെന്ന് റെഡ് ആകും എന്നാണ് പറഞ്ഞത്. അപ്പൊ റെഡ് ഇട്ടാ പോരെ ചേച്ചിന്? അപ്പൊ നമുക്ക് വാവച്ചിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാം അല്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ മൈലാഞ്ചി ഇടാനൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക് വാവച്ചി ആയതുകൊണ്ട് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ? വാവച്ചി അതിന് കുറ്റം പറയത്തില്ലല്ലോ, പിന്നെ വഴക്ക് പറയത്തില്ലല്ലോ അല്ലേ വാവച്ചി? അതുകൊണ്ട് വാവച്ചിക്ക് മമ്മ ട്രൈ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ. ഐ ദൈവമേ, റെഡ് കളർ ഇപ്പൊ തന്നെ. ഒരു മിനിറ്റ് ഞാൻ ഇട്ട് നോക്കിയതാണേ. ചെറിയ ഡിസൈൻ മതി, വലിയ ഡിസൈൻ വേണം? ചെറുത്. നമുക്ക് എങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നോക്കാം എങ്ങനെ ആകുന്നത് അല്ലേ? കുഞ്ഞിവ കൈയല്ലേ? ദൈവമേ, മിന്നിച്ചേക്കണേ. ഇങ്ങോട്ടൊക്കെ വേണം? നമുക്ക് നോക്കാം. അനങ്ങാണ്ട് വയ്ക്കാൻ കേട്ടാ. ഇങ്ങനെയാണ് ഇങ്ങനെ പിടിക്കുന്നേ? നോ, ഇങ്ങനെ പിടിക്ക സ്ട്രെയിറ്റ് ആയിട്ട്. താങ്ക് യു. ഇതിന് സംസാരിക്കും മാമ ഇരട്ടെ, അല്ലെങ്കിൽ മാമയ്ക്ക് ബോർ അടിക്കും. നിക്ക അങ്ങനെ അനങ്ങാണ്ടായിക്കിട്ടാ. അത് വെള്ളം പോലെ ഇരിക്കുന്നേ. ചെറിയ ചെറിയ ഡിസൈൻ വെക്കാൻ ഓർത്തു, പക്ഷെ ഇത് വെള്ളം പോലെ ഇരിക്കുന്നുണ്ടോ? കണ്ടോ? ഫ്ലവർ പോലത്തെ ഇതാണ് ഡിസൈൻ. കണ്ട കുഞ്ഞ് ഡിസൈൻ. വാവച്ചിത് ആദ്യത്തെ ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ. ഇത് വെള്ളം പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് ഇങ്ങനെ ഒരുമാതിരി കട്ടിയായിട്ടല്ല ഇരിക്കുന്നത്. ഇങ്ങനെ വെച്ചാൽ നമ്മുടെ മേത്ത് കണ്ട, ഇത് കൊള്ളൂല്ലേ? കാണിച്ചേ. ഇനി നമുക്ക് ഏത് ഡിസൈൻ വെക്കണം? എനിക്ക് ഡിസൈൻ ഒന്നും ശരി. ഒരു കാണിച്ച നമുക്ക് ഇത് ഗ്രീൻ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. എനിക്ക് ഡിസൈൻ ഒന്നും അറിയത്തില്ല ഗൈസ്, എനിക്ക് ഡിസൈൻ ഒന്നും അറിയത്തില്ല. പക്ഷേ ഇത് ഭയങ്കര വെള്ളം പോലെ ഇരിക്കും. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എന്താ പറ്റിയേ? ന്യൂ ഇയർ ആയിട്ട് വാങ്ങിച്ചിട്ട് കൈ മാമ കുളവാക്കില്ല. നമുക്ക് നോക്കാം. ഈ മൈലാഞ്ചിക്ക് ഒരു കല വേണം. ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്നവർക്ക് അടിപൊളിയായിരിക്കും. അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ, അതാണ് പറ്റിപ്പോയത്. ഇത് അടിപൊളി മൈലാഞ്ചിയാ. ഇത് ലൂസായിട്ടില്ല കേട്ടാ. നമുക്ക് റെഡ് കൊള്ളത്തില്ലായിരുന്നു കേട്ടാ. റെഡ് ഒരുമാതിരി ലൂസായിട്ടായിരിക്കുന്നത്. ഇത് കൊള്ളാം. കണ്ടോ? ഇത് അടിപൊളിയാണ് കേട്ടോ. ഈ ഗ്രീൻ ആണ് കേട്ടോ നല്ലത്, റെഡ് കൊള്ളത്തില്ല. കണ്ടോ? ഇത് നന്നായിട്ട് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇത്?
ആ മമ്മയുടെ കുഞ്ഞി ചെറുപ്പകാലത്തെ മമ്മ ഇങ്ങനെ മൈലാഞ്ചി ഇടുമായിരുന്നു. പക്ഷെ മമ്മ ഇങ്ങനത്തെ ഇടത്തില്ല. മമ്മയ്ക്ക് കുറേ ഈ ചെടിയില്ലേ, മൈലാഞ്ചി ചെടി, അതിൽ നമ്മ ഇല എടുത്ത് കൊള്ളവോ മമ്മ അതിൽ നിന്ന് ഇല എടുത്ത് അരച്ച് തേക്കുമായിരുന്നു കയ്യില്. ഹൗസ് അല്ല, ഞാൻ ഫ്ലവർ ആണ് ഉദ്ദേശിച്ചത്. ഹൗസ് ആന്ന് പറഞ്ഞു. എൻ്റെ അപ്പോൾ ഡിസൈൻ അവച്ചിക്ക് ഹൗസ് ആയിട്ട് തോന്നിയത്. ഫ്ലവർ ആയിട്ടാണ് ഞാൻ വരച്ചത്, പക്ഷെ അവച്ചിക്ക് ഹൗസ് ആയിട്ട് തോന്നി. വളരെ മോശമായി പോയി വച്ചി. മമ്മയെ നീ കളിയാക്കിയില്ലേ. കൊള്ളാവോ? ഇനി മമ്മ നെക്സ്റ്റ് വേറൊരു ദിവസം വയ്ക്കുമ്പോൾ അടിപൊളിയായിട്ട് വെച്ചിട്ടാ മമ്മ പഠിക്കും. എങ്ങനെയുണ്ട് ഗൈസ് അവച്ചിയുടെ കുഞ്ഞി കയ്യിലെ മൈലാഞ്ചി? വേണ്ട ഇറങ്ങണ്ട, ഇത് ഫുള്ള് ഇരട്ടെ. പക്ഷെ ഇത് കുറച്ച് നേരം കയ്യിൽ വയ്ക്കണം കേട്ടോ, എന്നാലേ ഉണങ്ങത്തുള്ളൂ, റെഡ് ആവത്തുള്ളൂ കയ്യിൽ. എന്നിട്ട് വാവച്ചിയുടെ ഫ്രണ്ട്സിനെ കാണിക്കണ്ടേ മൈലാഞ്ചി ഇട്ടത് കാണിക്കണം. ഈ മൈലാഞ്ചിക്ക് ഇടുന്ന ആൾക്കാരെ സമ്മതിക്കണം, അടിപൊളിയായിട്ട് ഇടും അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്ന ഒരാൾക്ക്, അത് വാവച്ചിക്ക് ആദ്യമായിട്ടാണ് ഇടുന്നത്, അതാണ് ഇതിൻ്റെ പ്രശ്നമായത്. ഒരു മിനിറ്റ് ഞാൻ ഒരു ഡിസൈനൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആ ഡിസൈൻ എന്നെ കൊണ്ട് ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കട്ടെ. മണമുണ്ടോ? നല്ല സ്ഥലം. ഈ ഡിസൈനാണ് ഞാൻ എടുത്തു വെച്ചത്. പക്ഷെ ഇത് എന്നെ കൊണ്ട് ഇടാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരു ചെറിയൊരു ഡിസൈൻ ആക്കി കൊടുക്കും വാവച്ചിക്കില്ല. വാവച്ചി താമോ നീ സൈഡിൽ ഒരു ഡിസൈനൊക്കെ വെച്ച് കൊടുക്കാം. മുന്തിരിയോ? മുന്തിരി ഗ്രേപ്സ് അല്ലടാ, ഇതൊരു ഫ്ലവറൊക്കെ പോലെയാണ്. അപ്പൊ നമ്മൾ ചെറുപ്പകാലത്ത് നമ്മളിങ്ങനെ കുറെ മൈലാഞ്ചി ഇടാറില്ലേ? സർക്കിൾ മതിയാ? നമുക്ക് നോക്കാം വേറെന്തെങ്കിലും ഡിസൈൻ വരുമോ നോക്കാം. കുഞ്ഞി കൈയല്ലേ, കുഞ്ഞി ഡിസൈനാ വരയ്ക്കാൻ പറ്റുമോ നമുക്ക്? നമ്മക്ക് വച്ചിക്ക് ഒരു ആഗ്രഹവും ഇല്ല പൊന്നെ? കളിക്കണം, മൈലാഞ്ചി ഇടണം, വേറെ എന്താ ആഗ്രഹമുള്ളേ? ഒന്നുമില്ല അല്ലേ? നല്ല കാര്യം. നിക്ക് തട്ടല്ലേ. ഞാൻ ഇട്ടത് എനിക്ക് ഇഷ്ടമായി. എങ്ങനെയുണ്ട്? ഇനി ഇടാനുണ്ട് ഫുള്ളായിട്ട് ഇട്ട് കാണിക്കാം. കേറി വാ ഇവിടെ ഒക്കെ ഇടണമെന്ന് പറഞ്ഞു വാച്ചി അല്ലേ? അങ്ങനെ വാവച്ചിക്ക് മൈലാഞ്ചി ഇടുക നമ്മള്. വേറെ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടോ നോക്കട്ടെ. ഡിസൈൻ ഇട്ടാലും എല്ലായിടത്തും വരയ്ക്കാം. വാ. അങ്ങനെ വാവച്ചിട്ട് 2025 ആയപ്പോ വാവച്ചിക്ക് മൈലാഞ്ചി ഇടുമ്പോ ഫസ്റ്റ് അല്ലേ? എനിക്ക് എപ്പോഴാ മൈലാഞ്ചി ഇട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല പൊന്നെ, കുഞ്ഞായിരുന്നപ്പോ. ആ ചെറുപ്പത്തില്, അതെ എപ്പോഴാന്ന് ഓർമ്മയില്ലല്ലോ. ഹാപ്പി ആര്? ഞാനോ? ഞാൻ ഇട്ടതാ, എനിക്ക് ഓർമ്മയില്ലല്ലോ എപ്പോഴാ ഇട്ടേന്ന് അമ്മ. എപ്പോഴും അമ്മ ആദ്യമായിട്ട് ഇട്ടേന്ന് ഓർമ്മയില്ല. എത്രാം ക്ലാസ്സിലാണ് പഠിച്ചപ്പോ? കുഞ്ഞു ബേബി ആയിരുന്നു ഇപ്പൊ ഇട്ടതായിരിക്കും, എനിക്ക് ഓർമ്മയില്ലല്ലോ. അമ്മമ്മയോട് ചോദിക്കാം. എൻ്റെ അമ്മ. പിന്നെ ആരോടെ ചോദിക്കണേ? ഞാൻ
വാവച്ചിക്ക് കുഞ്ഞ് ബേബിയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഞാൻ അമ്മൂമ്മയാകത്തില്ലേ? അപ്പൊ ഞാൻ അമ്മൂമ്മയായിട്ടിരിക്കും. അപ്പൊ വാവച്ചിയുടെ കൊച്ചിനെ ഇങ്ങനെ ഇട്ട് കൊടുക്കും അല്ലേ, വർഷങ്ങൾക്ക് ശേഷം. വാവച്ചിക്ക് വല്ല ഓർമ്മയുണ്ടോ ആവോ ഞാൻ പറയുന്നത്. ഇത് എൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ, ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഡിസൈനാണ് വാവച്ചി. ഓക്കെ, കുറങ്ങനെ കയ്യിൽ വെക്കണം കേട്ടോ. ഇനി എവിടെ ഇരണ്ടേ? ഇനി ഇവിടേക്ക് ഇരണോ? വേണ്ടല്ലോ, ഇവിടെ മാത്രം മതിയില്ലേ? നോക്കട്ടെ. ഒരുമാതിരി ഡിസൈൻ ആയി പോയില്ലേ വാവച്ചി? എങ്ങനെയുണ്ട്? കൊച്ചിന് ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ? മമ്മ ഇപ്പൊ ഇടുന്നില്ല, മമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇടാൻ അറിയത്തില്ല. മമ്മ എനിക്ക് ആരെയും കൊണ്ട് ഇടിപ്പിക്കാം. ഓക്കെ, ഇവിടേക്ക് ഇട്ടാലോ? ജസ്റ്റ് ഒന്ന് ഇവിടെ ഇവാൻ്റെ എഴുതാം നമുക്ക്. വേണോ? ഇവാനെന്ന് എഴുതണോ? ഇത് മതിയാ? ഓക്കെ. അമ്മയുടെ പേര് പറ. എന്തോ പേര് പറയേ? ദിവ്യന്ന് എഴുതാം നമുക്ക്. DI എഴുതി, ദിവ്യന്ന് എഴുതാം ഷോർട്ടായിട്ട്. വാവച്ചി ദിവ്യന്ന് എഴുതി, കണ്ട? വാവച്ചിന്റെ ഡിസൈൻ ആണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അയ്യോ, അവിടെ ഒന്നും വേണ്ട, നീ ഇവിടെ മാത്രം വരയ്ക്ക്. വാവച്ചിന്റെ കൈ കുളവാക്കിയത് കൊണ്ട് എൻ്റെ കൈ വാവച്ചി കുളവാക്കി തരുവാണ്. താങ്ക്സ്, മതി, ഇനഫ്. നന്ദി വാവച്ചി, നന്ദി, വളരെ നന്ദിയുണ്ട്. വാവച്ചി ഇത് ആനയാണോ? വാവച്ചിട്ട് എൻ്റെ ഡി ആനയാക്കി വാവച്ചി. ആനയാണോ അവിടെ? അത് മതി, ഇത് മതി. മൈലാഞ്ചി ഇടുന്ന ഇഷ്ടം നമ്മൾ സാധിച്ചു. ഇനി നമുക്ക് വേറൊരു നല്ല അറിയാവുന്ന ഒരു ചേച്ചിനെ കൊണ്ട് മൈലാഞ്ചി ഇടിപ്പിക്കാം. നമുക്ക് നോക്കാം. രണ്ടാമത് ആരാ? കൃത്തികനോട് ചോദിക്കേടാ അറിയാവോന്ന്. കൊളവാക്കി തരുമോന്ന് അറിയില്ല. ഞാൻ കൊളവാക്കുന്ന അത്രയും വേറെ ആരും കൊളവാക്കൂല. ഓക്കെ. പിന്നെ വേറെ എന്താണ് ആഗ്രഹം മോന്? മുടി കൊറേ വളരണ ഇഷ്ടല്ലേ? വാവച്ചിക്ക് കൊറേ മുടി വളരുന്നത് ഭയങ്കര ആഗ്രഹമല്ലേ? അല്ലേ? പിന്നെ വേറെന്തോ ആഗ്രഹമാ? അത് കൊറേ നേരം കൈ പിടിക്കണം, എന്നാലും റെഡ് കളർ ആവത്തുള്ളൂ. വേറെന്താ ആഗ്രഹം എന്ന് പറഞ്ഞേ? സാരി ഉടുക്കണം. ഒരു ദിവസം എന്നോട് പറയാണ് വാവച്ചി കുഞ്ഞ് സാരി ഉടുത്തു കൊടുക്കണത്. ഒരു ദിവസം കുഞ്ഞ് സാരി ഉടുത്തരാം. കൊഞ്ചല്ലേ? ഷില്ലി. വാവച്ചി ഇടയ്ക്ക് ഷില്ലിന്ന് വിളിക്കും. ആരെ ഷില്ലിന്ന് വിളിക്കുന്നേ? മമ്മേനെ എങ്ങനെയാ കൊഞ്ച് വിളിക്കുന്നേ? മമ്മേനെ എങ്ങനെ വിളിക്കുന്നേ? കൊഞ്ചിച്ച് മമ്മേനെ കൊഞ്ചിക്കുന്ന എങ്ങനെയാ? മോൻ ഷില്ലി ഷില്ലി എന്നൊക്കെ ഇടയ്ക്ക് വിളിക്കും. പിന്നെ എന്ത് വിളിക്കും? ചെടീന്ന് വിളിക്കും, ടൈഗർന്ന് വിളിക്കും. ഇതൊക്കെയാണ് എന്നെ വിളിക്കുന്നത് കൊഞ്ചിച്ച്, അല്ലേ? മറന്നുപോയോ? അത് നിന്നെ വിളിക്കുന്നല്ലേ, എന്നെ വിളിക്കണേ ചോദിച്ചത്. വാവച്ചിക്ക് ഫസ്റ്റ് നമ്മൾ പേരിട്ടത് എന്തുവായിരുന്നു വാവച്ചി? ഇവാൻഡ നല്ലായിരുന്നു. വേറെന്തുവായിരുന്നു? നതാഷ എന്നായിരുന്നു ഇടാന്ന് ഓർത്തത്. പക്ഷെ നമ്മളിത് മാറ്റി ഇവാൻഡ. ഇഷ്ടമായില്ല എന്നാ? അതാണ് ഞാൻ പറഞ്ഞത്, കുറെ നേരം ഇരുന്നാലേ റെഡ് കളർ ആവത്തുള്ളൂ. മൈലാഞ്ചി ഇട്ടാലേ റെഡ് കളർ ആകത്തുള്ളൂ കുറെ നേരം ഇരുന്നാല്. ബാവച്ചിക്ക് ക്ഷമ വേണം. ബാവച്ചി എല്ലാത്തിനും ക്ഷമ വേണം. നിങ്ങളെല്ലാവരും ചെറുപ്പത്തില് മൈലാഞ്ചി ഇട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. കാണിച്ചേ. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ഇതൊരു ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മൾ ശരിക്കും വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് ആഗ്രഹിച്ചതല്ല. വാവച്ചിയുടെ ഒരു എന്താ പറയുക, ന്യൂ ഇയർ ആയിട്ടൊരു ആഗ്രഹമല്ല. അപ്പം ഞാനോർത്ത് ചെറുതായിട്ടൊന്ന് എടുത്ത് വയ്ക്കുവാണെങ്കിൽ വാവച്ചിക്ക് വലുതാകുമ്പോൾ ഈ വീഡിയോ ഒന്ന് കാണിക്കാൻ നോർത്തു. ബിങ്കോ വേണം?
മൈലാഞ്ചി ഉണങ്ങാണ്ട് എങ്ങനെ ബിഗ് കഴിക്കും? പറ്റിട്ട് ആ കൈ കൊണ്ട് കഴിക്കോ? ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. നല്ല പാട്ടാണ്. ടാറ്റാ. കാണിച്ചു നോക്കട്ടെ. കണ്ടോ റെഡ് ഇവിടെ മാത്രം നല്ല റെഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയുണ്ട് വാവച്ചി, കൊള്ളാവോ? ഇഷ്ടപ്പെട്ടാ? അത് കുറച്ചു നേരം കൂടി ഇരിക്കുവാണെങ്കിൽ കുറച്ചും കൂടി റെഡ് ആയേനെ. മടുത്തു പോയാ? മടുത്തു പോയില്ലേ? വെരി ബാഡ് ആയി. കുഴപ്പമില്ല, ഞാൻ കഴുകാൻ പോകുന്നേ ഉള്ളൂ. ഇനി ഞാൻ കഴുകിയിട്ട് കാണിച്ചോളാം. എൻ്റെ കാണിക്കാനൊന്നുമില്ല, നിന്റെ മാത്രം കാണിച്ചാൽ. ഇത് വാവച്ച് കുളമാക്കി കണ്ടാ. ഡി വാവച്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. Gate ada cu, sama-sama jam-jam macam itu.